ഗാർഡനിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗാർഡൻ വളരെ ഭംഗിയാക്കി നിർത്തുക എന്നുള്ളത്. നമ്മുടെ ചെടികളിലുള്ള ഇതുപോലത്തെ ഉണങ്ങിയ ഇലകളും പഴുത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ഗാർഡനെ കുറച്ചും കൂടെ ഭംഗിയാക്കി എടുക്കാനും അതുപോലെ പ്ലാന്റ്സിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം കൂടിയാണത്. ചില ചെടികൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 വർഷത്തേക്ക് നമ്മൾ പ്രൂൺ ചെയ്യാതെ നിർത്തിയിട്ടുണ്ടാവും. പ്രൂണിങ്ങും റീപോട്ടിങ്ങും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്ലാന്റിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആവശ്യമായിട്ടുള്ള വളം കൊടുക്കുക എന്നുള്ളത്. പോട്ടിൽ നമ്മൾ ചെടികൾ നടുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഇതുപോലുള്ള കളകളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ടാവും. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിഴുത് കളയണം. ഇപ്പം എൻ്റെ ഈ സിങ്കോണിയം പ്ലാന്റ്സ് ഒക്കെ മരത്തിൻ്റെ ചോട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നല്ലോണം ചവറ് വരുന്നതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. ഡയറക്റ്റ് സൺലൈറ്റിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുള്ള പ്ലാന്റ്സൊക്കെ നമുക്കൊന്ന് തണലത്തേക്ക് മാറ്റി വയ്ക്കാം. ബൊഗൻവില്ല പ്ലാന്റ്സൊക്കെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അതുകൊണ്ടൊന്നും അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ വാട്ടറിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യണം. പൂ ഉണ്ടാകുന്ന പ്ലാന്റ്സിനൊക്കെ നല്ലപോലെ പൂ ഉണ്ടാകാനും അത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനൊക്കെ NPK വളം ഇടുന്നത് നല്ലതാണ്. ഡാക്ടിൽ വൈൻ പ്ലാന്റ്സ് ഒക്കെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കാം. വേനൽക്കാലത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സ് നശിച്ചു പോകാതെ നിലനിർത്താൻ പറ്റും.